بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم صدق الله العظيم اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب هب لي حكما والحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ മാനിച്ചുകൊണ്ടുള്ള ജീവിതം, നമ്മുടെ ശിഷ്ട ജീവിതം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും അവൻ്റെ തൃപ്തിയിലുമാക്കി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ സഹോദരങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിലായി നമ്മിൽ നിന്ന് വിട പറഞ്ഞ ചെറുപ്പക്കാരായ സഹോദരങ്ങൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെയൊക്കെ ഖബർ ബർസഖിയായ ജീവിതം അള്ളാഹു ഇഷ്ടത്തിലും തൃപ്തിയിലും ആഹ്ലാദത്തിലും ആഘോഷത്തിലും ആനന്ദത്തിലുമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നുമെല്ലാം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഔദാര്യം കൊണ്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് പരിശുദ്ധമായ റമളാനിൽ നമ്മൾ ആറ്റുനോറ്റുണ്ടാക്കിയെടുത്ത നമ്മുടെ അമലുകൾ അത് സർവ്വസാധാരണമായി നമ്മൾ നശിപ്പിച്ചു കളയരുത്. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നമ്മൾ രാപകലില്ലാതെ ഇബാദത്തുകൾ ചെയ്തവരാണ്. തറാവീഹ് നമസ്കാരങ്ങൾ, ഖിയാമുൽ ലൈല്, ഖുർആൻ പാരായണം, തസ്ബീഹ് നമസ്കാരം, തൗബ, ഇസ്തിഗ്ഫാർ, നസീഹത്ത്, തഹജ്ജുദ് നമസ്കാരങ്ങൾ, ഒരുപാട് നന്മകൾ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടിയവരാണ്. അതിലൂടെ അള്ളാഹുവിന്റെ വലിയ തൃപ്തി പ്രതീക്ഷിച്ചാണ് നമ്മൾ ചെയ്തത്. അപ്പോ അത് നമ്മൾ നിലനിർത്തണം. അതാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. ഏത് കാര്യത്തിനും ഒരു ഇസ്തിഖാമത്ത്, നിലനിൽപ്പ് വേണം എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അല്ല നമ്മൾ താൽക്കാലികമായിട്ട് വന്ന് നിസ്കരിച്ച് റമളാനിന് വേണ്ടി നമ്മൾ സാധാരണക്കാർ പറയുന്ന RSP, റമളാൻ സ്പെഷ്യൽ പാർട്ടി എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ആകരുത് എന്നുള്ളതാണ് ഈ പറഞ്ഞു വന്നതിന്റെ ആശയം. ഇസ്തിഖാമത്ത് വേണം. ഏത് കാര്യത്തിനും നമുക്ക് ഒരു നിലനിൽപ്പ്. ഞാനിപ്പോ നിസ്കാരമുള്ളവനാണ്, ഞാൻ ഈ റമളാനിന്റെ പകലുകളെല്ലാം അള്ളാഹ്ക്ക് വേണ്ടി നമസ്കാരം നിലനിർത്തിയവനാണ്. റമളാൻ മാസം നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയി. പിന്നെയും സുബഹിയുണ്ട്, ളുഹറുണ്ട്, അസറുണ്ട്, മഗ്രിബുണ്ട്, ഇശായുണ്ട്. നമ്മൾ ഈ ഖൗമിനെ കാണാനില്ല. എവിടെ പോയി? അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഇസ്തിഖാമത്തില്ല. ഇസ്തിഖാമത്ത് ഇല്ലാത്ത ഒരു വ്യക്തിയുടെ അന്ത്യം മോശമാകുന്നതാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു പണ്ഡിതന്റെ വിഷയം പറയാമെന്ന് പറഞ്ഞു വെച്ചത്. ഇസ്തിഖാമത്ത് ഇല്ലാത്ത ഒരു വ്യക്തിയുടെ അന്ത്യം മോശമാണ്. അപ്പൊ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയല്ല അദ്ദേഹം ജീവിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. അള്ളാഹ് ഉണ്ടെങ്കിൽ അള്ളാഹ് ഹയ്യുൻ ലാ യമൂത്ത്,
അള്ളാഹു നിതാന്ത ജാഗ്രതയുള്ള നിത്യ ചൈതന്യമാണ്. അവൻ നശിക്കുന്നില്ല. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. അവന് ഉറക്കമോ അല്ലെങ്കിൽ അവന് ക്ഷീണമോ ഇതൊന്നും അവനെ ബാധിക്കുന്നുമില്ല. ഈ റബ്ബ് എപ്പോഴും നിലനിൽക്കുന്നവനാണ്. അപ്പൊ നമ്മുടെ ഇസ്തിഖാമത്ത് എന്താ വേണ്ടത്? ഇസ്തിഖാമത്തിനെ കുറിച്ച് ഉലമാക്കൾ പറയുന്നു ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ, ഇസ്തഖാമു അലാ അന്നല്ലാഹ റബ്ബുഹും വഹ്ദഹു. ഒന്നാമതായി ഇസ്തിഖാമത്ത് അള്ളാഹു ഒരുവനാണ് എന്ന് നമ്മൾ പരിപൂർണമായി അംഗീകരിച്ച് അതിൽ തന്നെ നിലയുറപ്പിക്കുക. ഇസ്തിഖാമത്ത് അതാണ് ഇസ്തിഖാമത്ത്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഖുൽ ലീ ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലുഹു അൻഹു അബദൻ ബഅദക. ഞാൻ ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാമിൽ ഒരു നല്ല ഒരു വാചകം, നല്ല ഒരു വാക്ക് നബിയെ എനിക്ക് നിങ്ങൾ പഠിപ്പിച്ചു തരണം. അങ്ങയോടല്ലാതെ ഇതിനെക്കുറിച്ച് എനിക്ക് ചോദിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് നല്ല ഒരു വാക്ക് എനിക്ക് ഇസ്ലാമിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തി തരണം. അതിലേറ്റവും നല്ല ഉത്കൃഷ്ടമായ ഒരു കർമ്മത്തെ കുറിച്ച് പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖുൽ, നീ പറ, ആമൻതു ബി റബ്ബി, എന്റെ റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഫസ്തഖിം, അതിൽ നീ ഉറച്ചു നിൽക്ക്. ഇതാണ് നബി പറഞ്ഞത്. അല്ലാഹു ഒരുവനാണെന്ന് പറഞ്ഞിട്ട് അതിൽ ഉറച്ചു നിൽക്കണം. അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നതിന്റെ തെളിവാണ് അസ്സലാത്തു ഖൈറും മിനൻ നൗം, അസ്സലാത്തു ഖൈറും മിനൻ നൗം. സുബൈക്ക് ബാങ്ക് വിളിക്കുമ്പോൾ അല്ലാഹ് വിളിക്കുന്ന റബ്ബ് വിളിക്കുന്നല്ലോ, എന്നെ വിളിക്കുന്നല്ലോ, എനിക്ക് എങ്ങനെ ഇനി ഉറങ്ങാൻ കഴിയും? പക്ഷെ നമ്മൾ ഈ അസ്സലാത്തു ഖൈറും മിനൻ നൗം കേൾക്കുന്നേ ഇല്ല. പിന്നെ റമദാനിൽ എന്താ കേട്ടത്? അത് ഇടയത്താഴത്തിന് എഴുന്നേറ്റത് കൊണ്ട് നീ കേട്ടതാ. ഇടയത്താഴം കഴിക്കാൻ വേണ്ടി, സഹറ് കഴിക്കാൻ വേണ്ടി എഴുന്നേറ്റ് പിന്നെ ഉറങ്ങി. അപ്പോ മുഅദ്ദിൻ സാഹിബ് വിളിക്കുന്നത് കേട്ടു, അസ്സലാത്തു ഖൈറും. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരു വർഷത്തിൽ ഞാൻ 30 ദിവസം ഈ അസ്സലാത്തു ഖൈറും എന്നെ കേൾക്കും. പിന്നെ ഇല്ല. ശവ്വാല് മാസപ്പിറവി കണ്ടാൽ അസ്സലാത്തു ഖൈറുൻ നൗം. ഉമ്മായും വാപ്പായൊക്കെ വിളിക്കും, എടാ ബാങ്ക് വിളിച്ച് നീ എഴുന്നേറ്റ് പോ, പള്ളി സുബഹിക്ക് പോ. അത് നോമ്പ് കഴിഞ്ഞില്ല, ഇനി അവിടെ ഉമ്മ ഉണ്ടായില്ല. അവിടെ ഉമ്മ അവിടെ മിണ്ടാതെ മാറിക്കടാ, ഞങ്ങളെ ഉറങ്ങട്ടെ, ഞാൻ പിന്നെ നിസ്കരിച്ചോളാം. ചിലപ്പോ ഒരു ചൂട് മാറുന്നത് വരെ ഒരു 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൂടെ വരും. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? അള്ളാഹു ഒരുവനാണെന്ന് എന്റെ കൽബിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. അതാ പറഞ്ഞു എന്നെ അർത്ഥം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ സ്വഹാബി ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അള്ളാഹുവാണ് എന്റെ റബ്ബെന്ന് പറഞ്ഞിട്ട് അത് നീ നിലനിർത്താൻ പരിശ്രമിക്കണേ. അതാണ് ഏറ്റവും വലിയ കാര്യം. അമൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും, പക്ഷെ ആ ചെയ്യുന്ന അമലിൽ ഇസ്തിഖാമത്ത്, സ്ഥിരത വേണം. ഒരു സ്ഥിരത വേണം. അതാണല്ലോ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ പെർമനന്റ്, ടെമ്പററി എന്നൊക്കെ പറയുന്നത് ഒരു അമല്. ഇപ്പൊ നമ്മളിപ്പോ റമളാൻ ടി ആണ്, പക്ഷെ അള്ളാഹ് ആഗ്രഹിക്കുന്നത് പി ആണ്. അതാണ് നമുക്ക് വേണ്ടത്, ടി അല്ല. അപ്പൊ റമദാൻ മാസത്തിൽ നമ്മൾ പരിശുദ്ധമായ റമദാനിൽ വന്ന് എല്ലാത്തിലും പങ്കെടുത്തു. ഈ റമദാൻ മാസത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന സഹോദരങ്ങൾ മരണപ്പെട്ടു പോയി. അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഒരു സഹോദരൻ കഴിഞ്ഞ ജുമാക്ക് ഉണ്ടായിരുന്നു, 27-ാം രാവിലെ ഉണ്ടായിരുന്നു, പെരുന്നാൾ നമസ്കാരത്തിനുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഒരു മയ്യത്തിനെ സംസ്കരിക്കാൻ ആ ചടങ്ങിലുണ്ടായിരുന്നു. ഓടിച്ചാടി നടന്നെല്ലാം ചെയ്ത വ്യക്തി പിറ്റേ ദിവസം കേൾക്കുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, ആഖിറം വെളിച്ചമാക്കട്ടെ. 49 വയസ്സേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കണം, 39 വയസ്സുകാരൻ ചെറുപ്പക്കാരൻ മരിച്ചു, ഒരു കുഴപ്പമില്ല. പനിയായിട്ട് ആശുപത്രിയിൽ പോയി, ഉടനെ കിഡ്നി ഫെയിലായി പോയി, പിന്നെ ലെൻസ് തകർന്നു, ഓരോ ഭാഗങ്ങൾ നഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, വയസ്സ് 39 ഉള്ളൂ. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ, ആഖിറം വെളിച്ചമായി കൊടുക്കുമാറാകട്ടെ. മനുഷ്യന്റെ അവസ്ഥ അബീവേ, നമ്മുടെയൊക്കെ അവസ്ഥയാണ്. ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ നമ്മളിങ്ങനെ മരിച്ചു പോകുമെന്ന്?
കഴിഞ്ഞ ദിവസത്തെ മരണ ചടങ്ങിൽ പങ്കെടുത്ത ആള്, ആ മയ്യത്തിനെ കബറടക്കാൻ വേണ്ടി മണ്ണ് വാരിയിട്ട് കൊടുത്ത ആള്, അദ്ദേഹം ഇതാ പിറ്റേ ദിവസം തൊട്ടടുത്ത കബറിൽ കൂട്ടുകാരനായി കിടക്കുന്നു. പാലക്കാട്ട് ഒരു സഹോദരൻ ഗൾഫിൽ നിന്ന് വരുമ്പോ അദ്ദേഹത്തിന്റെ ഖിദ്മത്ത് കബറ് കുഴിക്കലാണ് ജോലി. ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് കബറ് കുഴിക്കുക, ഓരോ നാട്ടിൽ ഫ്രീ ആയിട്ടാണ് കബറ് കുഴിക്കുക. അപ്പൊ അങ്ങനെ കുറെ ചെറുപ്പക്കാർ ഇറങ്ങി ഇങ്ങനെ കബറ് കുഴിക്കും. അപ്പൊ അദ്ദേഹം ആദ്യമായിട്ട് വന്നിട്ട് ആദ്യത്തെ കബറ് കുഴിച്ചു. ആ കബറ് കുഴിച്ചപ്പോ തന്നെ അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്നു, മരിച്ചു. ആ അദ്ദേഹം കുഴിച്ച കബറിൽ തന്നെ അദ്ദേഹത്തിന്റെ മയ്യത്തിറക്കി. മനുഷ്യൻ ആരിലും പ്രതീക്ഷിച്ചോ? വലിയൊരു ഖിദ്മത്താണ് അദ്ദേഹം ചെയ്തത്. അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. മനുഷ്യന്റെ അവസ്ഥ ഇതാണ് ഹബീബേ. എപ്പോഴാ മരിക്കാൻ നമുക്ക് വല്ല അറിയാൻ പറ്റോ? അതുകൊണ്ട് ചെയ്യുന്ന അമൽ കൃത്യമായി നിലനിർത്തി ചെയ്. മരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? മരിക്കുന്ന സമയമാകുമ്പോ നമസ്കാരം കഴിഞ്ഞിട്ട് മരിക്കണം. ളുഹർ കഴിഞ്ഞു അസറിന് മുമ്പ് മരിച്ചെങ്കിൽ അല്ലാഹ്, ളുഹർ വരെ നിന്നോടുള്ള ഉത്തരവാദിത്തത്തിൽ ഞാൻ വീഴ്ച വരുത്തിയിട്ടില്ല റബ്ബേ. ഇശാ നമസ്കാരം കഴിഞ്ഞ് സുബഹിക്ക് മുമ്പ് മരണപ്പെടുന്ന വ്യക്തി അല്ലാഹ്, 5 നേരത്തെ ഇന്നത്തെ ദിവസം ഈ ഡ്യൂട്ടി ഞാൻ ഏറ്റെടുത്തിട്ടാണ് നിന്നിലേക്ക് വന്നത് പടച്ച റബ്ബേ. സുബഹി നമസ്കാരം കഴിഞ്ഞ് മാർക്കറ്റിൽ പോയി കട തുറന്ന് അവിടെ വെച്ച് മരണപ്പെട്ടു. അല്ലാഹുവേ, ഇന്നത്തെ രാവിലത്തെ ഉത്തരവാദിത്വം നിന്നോടുള്ളത് പരിപൂർണമായി നിർവഹിച്ചതിന് ശേഷമാണ് അല്ലാഹ് നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകിയത് റബ്ബേ. വലിയ വാക്കാ. അതൊക്കെ റാഹത്തല്ലേ? അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചവനായി മരണപ്പെട്ടു. അതാ പറഞ്ഞത്, അള്ളാഹു ഒരുവനാണെന്ന് വിശ്വസിക്കുന്നതിനോടൊപ്പം അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കുന്നതിന്റെ അടയാളം എന്ന നിലയിൽ അന്നല്ലാഹ തബാറക വ തആല റബ്ബുഹും വഹദഹു, അള്ളാഹുവാണ് അവന്റെ രക്ഷിതാവ്, രക്ഷകൻ, സംരക്ഷകൻ, ആരാധ്യൻ അവനല്ലാതെ മറ്റൊരാളുമില്ല എന്ന് പരിപൂർണമായി വിശ്വസിച്ച് നിലയുറപ്പിക്കണേ. അതിൽ സ്ഥിരത നിലനിർത്തണേ. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്, ഇസ്തഖാമു അലാ ത്വാഅതിഹി വ അദാഇ ഫറായിദിഹി, അല്ലാഹുവിനെ അനുസരിക്കുകയും അവനോടുള്ള ഉത്തരവാദിത്തങ്ങൾ, ഫർളായ കർമ്മങ്ങൾ, അവനോടുള്ള കടമകൾ, ബാധ്യതകൾ നിറവേറ്റുന്ന കാര്യത്തിലും ഇസ്തിഖാമത്ത് നീ നിലനിർത്തണേ. മൂന്നാമത്, ഇസ്തഖാമു അലാ ഇഖ്ലാസി ദീനി വൽ ഇൽമി ഇലൽ മൗത്ത്, ദീനിനെ കുറിച്ച് പഠിക്കണേ. ദീനിന്റെ വിഷയങ്ങൾ ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കണേ. ദീനിന്റെ കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ പൊരുത്തമായിരിക്കണം നീ ഉദ്ദേശിക്കുന്നത്. ഭൗതിക താല്പര്യങ്ങളാകാൻ പാടില്ല. അലാ ഇഖ്ലാസി ദീനി വൽ ഇൽമി, ദീനിന്റെ ഇൽമുകളെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറാകണം. കാരണം ഇൽമു പഠിച്ചെങ്കിൽ മാത്രമേ നമസ്കാരം എന്തെന്ന് അറിയാൻ കഴിയൂ. ഇൽമു പഠിച്ചെങ്കിൽ മാത്രമേ മൂത്രം ഒഴിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. ഇൽമു പഠിച്ചെങ്കിൽ മാത്രമേ ഏതെല്ലാം സമയത്താണ് നമസ്കരിക്കാൻ പാടില്ലാത്തത് എന്ന് മനസ്സിലാക്കാൻ കഴിയൂ. ഇൽമു പഠിച്ചെങ്കിൽ മാത്രമേ കുടുംബ ജീവിതം എങ്ങനെയാക്കണമെന്ന് അറിയാൻ കഴിയൂ. ഇൽമു പഠിച്ചെങ്കിൽ മാത്രമേ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഇസ്ലാമിക മാനദണ്ഡം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. ഇൽമു പഠിച്ചെങ്കിൽ മാത്രമേ മുതിർന്നവകളെ ആദരിക്കാനും നമ്മളെക്കാളും വയസ്സ് കുറഞ്ഞവരെ ബഹുമാനിക്കാൻ, അവരെ നമ്മളോട് കരുണ ചെയ്യാനും പഠിക്കാൻ ഇൽമു നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമാ, എല്ലാ മുസ്ലിം സഹോദരീ സഹോദരങ്ങളോടും അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ്, ഇൽമു പഠിക്കൽ നിങ്ങളുടെ മേൽ നിർബന്ധമായ ഒരു ബാധ്യതയാണ് കേട്ടോ. ബാധ്യതയാണ്. ഇൽമു എല്ലാവരും പഠിച്ചിരിക്കണം. ആലിമീങ്ങളായ ഞങ്ങളെ മാത്രം നിങ്ങൾ ആലിമീങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ജാഹിലീങ്ങൾ എന്ന് പറഞ്ഞ് പേര് കൊണ്ട് നടക്കാൻ പാടില്ല. നിങ്ങളും പഠിക്കണം. നിങ്ങളിപ്പോ ഇൽമു പഠിച്ചു നിങ്ങൾ ആലിമീങ്ങൾ എന്ന് പട്ടെടുക്കണം നിർബന്ധമൊന്നുമില്ല. ഇൽമെന്ന് പറഞ്ഞാൽ നിസ്കാരത്തെ കുറിച്ചുള്ള ഇൽമു പഠിക്കും. അപ്പൊ നീ ആ വിഷയത്തിൽ ആലിമാണ്. മദ്യപിക്കാൻ പാടില്ല, കഞ്ചാവ് അടിക്കാൻ പാടില്ല, ചീട്ട് കളിക്കാൻ പാടില്ല, ലോട്ടറി എടുക്കാൻ പാടില്ല, പലിശ വാങ്ങാൻ പാടില്ല, ചൂത് കളിക്കാൻ പാടില്ല, ചാരായം മാറ്റാൻ പാടില്ല, വിൽക്കാൻ പാടില്ല, ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകാൻ പാടില്ല, ഇടുപ്പിൽ വെച്ച് അവനെ കൊണ്ട് കൊടുക്കാൻ പാടില്ല, അതിന്റെ പൈസ വാങ്ങാൻ പാടില്ല. ഇത് പഠിച്ച് ആ വിഷയത്തിൽ നീ ആലിമാണ്. അതിന് പ്രത്യേക ഡിഗ്രി ഒന്നും എടുക്കേണ്ടതില്ല. ഞാൻ പലിശയുമായി ബന്ധപ്പെട്ട് PG എടുത്തവനാണെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേക ഡിഗ്രി ഒന്നും എനിക്ക് തരേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഹറാമാന്ന് നിനക്കറിയാവോ? ആ വിഷയത്തിൽ നീ ആലിമാൻ, നീ പഠിക്കണം.
പലിശയുടെ വിഷയത്തിൽ പഠിക്കണം, ഹറാമാണോ? അത് പാടില്ല, അത് പഠിക്കണം, അത് ഹറാം, നമുക്കതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ലോൺ എടുക്കുന്ന വിഷയത്തിൽ പഠിക്കണം, ഇത് ഹറാമാണോ? അതെ, ആ വിഷയത്തിൽ ഞാൻ ആലിമാണ്. അല്ലാതെ നമ്മളെ പോലെ കുത്തറായിട്ട് ഷാള് വിട്ടിട്ട് ഡിഗ്രി എടുത്ത് അങ്ങനെ പറഞ്ഞ ആലിമാണെന്നല്ല ഈ പറയുന്നതിന്റെ അർത്ഥം. ഏത് വിഷയത്തിലും മുസ്ലിമിനെ അപേക്ഷിച്ചിടത്തോളം നമ്മൾ മൂത്രം ഒഴിക്കാൻ ബാത്റൂമിൽ കയറുമ്പോൾ ഏത് കാല് വെച്ച് കയറണം, ഏത് കാല് വെച്ച് ഇറങ്ങണം, എങ്ങോട്ടിരുന്ന് മൂത്രം ഒഴിക്കണം, ഇത് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. അതിന് വിപരീതമായി ചെയ്യാൻ പാടില്ല. അതിനുള്ള ഇൽമ നമുക്ക് വേണം മരണം വരെ. അതാണ് സഹാബാക്കൾ നബിതങ്ങളോട് ചോദിച്ചു. നബിതങ്ങളുടെ സഹാബാക്കൾ, അമുസ്ലിം സുഹൃത്തുക്കൾ നബിതങ്ങളുടെ സഹാബാക്കളോട് ചോദിച്ചു, നിങ്ങളുടെ പ്രവാചകൻ എന്താപ്പാ, നിങ്ങളുടെ പ്രവാചകൻ എന്താ മൂത്രം ഒഴിക്കുന്നത് എങ്ങനെയാണെന്ന് പോലും പഠിപ്പിക്കുന്നു? ഇങ്ങനത്തെയാണോ പ്രവാചകൻ? അതെ, ഞങ്ങളുടെ നേതാവ് അങ്ങനെയാണ്, അതാണ് ഞങ്ങളുടെ നേതാവ്. എങ്ങനെ മൂത്രം ഒഴിക്കണമെന്ന് പഠിപ്പിച്ചു തന്നു. ആ വിഷയത്തിൽ ഇൽമ നമുക്ക് വേണം. സ്ത്രീകളെ അപേക്ഷിച്ചിടത്തോളം ഋതുമതിയായി എന്ത് ചെയ്യണം, അവളുടെ നോമ്പ്, അവളുടെ നമസ്കാരം എങ്ങനെ, ഖുർആൻ പാരായണം എങ്ങനെ, അവരുടെ മതപഠനം എങ്ങനെ, ഇത് പഠിക്കണമല്ലോ. ഒരു പെൺകുട്ടിയെ നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ അവൾ ഋതുമതിയായി, പീരീഡ്സ് ആയി, അവൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ ഉമ്മ അറിഞ്ഞിരിക്കണം എന്തായിരിക്കണം ഇവളുടെ ഉത്തരവാദിത്വം ഇനി അങ്ങോട്ട്. ഇത് പഠിക്കേണ്ടത് ആര്? ഒരു ഉമ്മയാണ് പഠിപ്പിക്കേണ്ടത്, അല്ല വാപ്പല്ല പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഉമ്മ അത് അറിഞ്ഞിരിക്കണം. ഒരു പെണ്ണ് ഋതുമതിയാവുമ്പോ, പ്രായമാകുമ്പോ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് ഉമ്മയാണത്. എത്രയോ 2ഉം 3ഉം പെറ്റ പെണ്ണുങ്ങൾ ഉസ്താദന്മാരെ വിളിച്ചു ചോദിക്കുന്നു, ഉസ്താദെ ഇങ്ങനെ ഒരു സാഹചര്യം വന്ന് എന്ത് ചെയ്യണം, അവർക്ക് എങ്ങനെ, അത് എന്റെ നിയമം എങ്ങനെ, നീ പിന്നെ എന്തിനാ 3 പ്രസവിച്ചത്, അതെങ്ങനെയായിരുന്നു സംഭവം, നിയമം, ഇതൊക്കെ പഠിക്കണം സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞ തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. ആണിനും പെണ്ണിനും ബാധ്യതയാണ് ഇൽമ പഠിക്കുക എന്നുള്ളത്, ബാധ്യതയാണ്, ഫർളാൻ. ഫർളായ ഇൽമ പഠിക്കാത്തവൻ എങ്ങനെ ഫാത്തിഹ ഓതും? നിസ്കരിക്കുമ്പോൾ അല്ലാഹു അക്ബർ വജ്ജഹത്തു ഓതി ഫാത്തിഹ, ലാ സലാത്ത ഇല്ലാ ബിഫാത്തിഹത്തിൽ കിതാബ്. നീ ഫാത്തിഹ ഓതാതെ നീ നമസ്കരിച്ചാൽ ഇതിന്റെ നമസ്കാരം അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ല. ഈ ഫാത്തിഹ ഓതണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൽമ വേണ്ടേ, ഇൽമ വേണ്ടേ, ദുആ ചെയ്യാൻ ഇൽമ വേണ്ടേ, ഒളു എടുക്കാൻ ഇൽമ വേണ്ടേ. ഒളുവ് ഇൽമ അനുസരിച്ച് നീ ചെയ്യുന്ന ഒളുവ്, നീ മുഖം കഴിയുമ്പോൾ നിന്റെ കണ്ണിന്റെ പാപങ്ങൾ കൊഴിയുകയാണ്. നീ വലത് കൈ കഴിയുമ്പോൾ നിന്റെ വലത് കൈ കൊണ്ട് ചെയ്ത പാപങ്ങളെല്ലാം മായ്ച്ചു കളയുകയാണ്. ഇടത് കൈ കൊണ്ട് നീ ഒളുവെടുക്കുമ്പോ ഇടത് കൈയിലൂടെ വെള്ളം ഒഴുകുമ്പോൾ നിന്റെ പാപങ്ങൾ പോവുകയാണ്. അതെങ്ങനെ ചെയ്യണം? അതിനുള്ള ഇൽമ വേണം. അതുകൊണ്ടാണ് ഇസ്തഖാമു അലാ ഇഖ്ലാസിദ്ദീനി വൽ ഇൽമി ഇലൽ മൗത്ത്, മരണം വരെ എങ്ങനെ ജീവിക്കണമെന്നും ആ ഇൽമനുസരിച്ച് ഇഖ്ലാസോടുകൂടി എങ്ങനെ വർത്തിക്കണമെന്നും നമ്മൾ പഠിച്ചിട്ട് അതിൽ നിലയുറപ്പിക്കുന്നവരായിരിക്കണം. അതാണ് ഇസ്തിഖാമത്ത്. അടുത്തത് ഇസ്തഖാമു ഫീ അഖ്വാലിഹിം കമസ്തഖാമു ഫീ അഫ്ആലിഹിം. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും കേൾക്കുന്ന ഓരോ വാക്കുകളും എത്രത്തോളം സഗൗരവം നമ്മളത് കേൾക്കുന്നുവോ ഇതേപോലെ തന്നെ പ്രവൃത്തിയിലും ഈ വാക്ക് നമ്മളോടൊപ്പം ഉണ്ടാകണം. അതാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. പ്രവർത്തിക്കാൻ, കേൾക്കാനും റെക്കോർഡ് ചെയ്യാനും ഒക്കെ നമ്മളുണ്ട്, പറയാൻ ഞാനും ഉണ്ട്. എനിക്കും അമലില്ല, നിങ്ങൾക്കും അമലില്ല. പിന്നെ ഈ പറയുന്നത് എന്താണ് ഫായിദ? എന്നാണ് അറബികൾ പറയുന്നത്? മാഫി ഫായിദ. ലേഷ് കലാം എന്താ? മാഫി ഫായിദ. വല്ലാഹി അർമികും മാമാ. യാ അല്ലാഹ്. വൽ ചെറിയെന്നാ പറഞ്ഞത്. പറയുന്നതിനും ഗുണം വേണം, കേൾക്കുന്നതിനും ഗുണം വേണം. കേൾക്കുന്നതിനും പറയുന്നതിനും ഗുണമുണ്ട്, അത് ഇസ്തിഖാമത്തായ ഗുണമില്ല. ജസ്റ്റ് കേട്ടിട്ട് പോകും. ഇപ്പൊ കേൾക്കുന്ന, ഇപ്പൊ ഇന്നൊരു വെള്ളിയാഴ്ച വന്ന് നിങ്ങളൊരു വാള് കേട്ടു, കേൾക്കും. 2 മണിക്കൂർ സമയം നമുക്ക് അതിന്റെ ഒരു ഫിഗർ ഉണ്ടാവും. 2 മണിക്കൂർ കഴിഞ്ഞാൽ ആ ഫിഗർ ബാറ്ററി ചാർജ് പോയത് പോലെ പോലെ. അസറാകുമ്പോഴത്തേക്കൊക്കെ, അസർ വരെ ചോറ് തിന്നോണ്ടിരിക്കുമ്പോൾ ഭാര്യ മക്കളോട് പോയി ഉസ്താദ് ഇതാണ് സംസാരിച്ചത്, ഇന്നത്തെ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, എടി അങ്ങനെ അടി ഇങ്ങനെ അടി, മക്കളെ അങ്ങനെയാണ് ഇങ്ങനെ, ഇതൊക്കെ പറയാം. അസർ കഴിഞ്ഞ് അവരങ്ങോട്ട് കഴിഞ്ഞോട്ട് 2 ബീച്ചിൽ പോയി ഒന്ന് കറങ്ങി 2 ഷവായ കടിച്ച് വരുമ്പോഴത്തേക്ക് ഇല്ല ഉസ്താദ് പറഞ്ഞത് അറിഞ്ഞൂടാ, ഞാൻ നെറ്റ് എടുത്ത് വെച്ചു, അത് തീർന്ന സംഭവമാകും. പിന്നെ നമുക്ക് നെറ്റ് മുസ്ലിയാർ പറയണം. അബൂബക്കർ മുസ്ലിയാർ മാറിയിട്ട് നെറ്റ് മുസ്ലിയാർ പറഞ്ഞെങ്കിലേ നമുക്കത് പിന്നെ ഉൾക്കൊള്ളാൻ പറ്റും. അതാണ് അവസ്ഥ.
അപ്പൊ എന്ത് ചെയ്യണം പറയുന്നത്? അപ്പൊ നമ്മൾ ഇവിടുന്ന് വാല് രാത്രി എല്ലാം കേട്ടവരാണ്. 27-ാം രാവിലും എല്ലാ ദിവസവും രാത്രി നസീഹത്ത് അൽഹംദുലില്ലാഹ് നല്ല 900-1000-ഓളം പേര് പങ്കെടുത്ത് വളരെ റാഹത്തായ രീതിയിൽ എല്ലാവരും എത്ര നല്ല ചെറുപ്പക്കാരെ എല്ലാം കേട്ടതാണ്. പക്ഷെ അതിൽ ഇസ്തിഖാമത്തില്ല. എവിടെ പോയി? കേട്ടതൊക്കെ എവിടെ പോയി? അതുകൊണ്ട് ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ കമസ്തഖാമു ഫീ അഖ്വാലിഹിം ഇസ്തഖാമു ഫീ അഖ്വാലിഹിം കമസ്കം തരട്ടെ. നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കാണ് അമൽ ചെയ്യേണ്ടത്. പറയുന്ന ആള് പ്രവർത്തിച്ചെങ്കിൽ കേൾക്കുന്നവർക്കും അത് പ്രവർത്തിക്കാൻ ഒരു മനസ്സുണ്ടാവുള്ളൂ. അങ്ങനെയാണ് അള്ളാഹു അതിന് തൗഫീക്ക് തരട്ടെ. ഇതിന് തൗഫീക്ക് കിട്ടണം ഹബീബേ. ഇത് പ്രസംഗിച്ചത് കൊണ്ടൊന്നും വലിയ കാര്യമാവില്ല. നമ്മളിത് പ്രസംഗിച്ചാലും നിങ്ങൾ കേട്ടാലും അള്ളാന്റെ ഭാഗത്തു നിന്നൊരു തൗഫീക്ക് കിട്ടിയില്ല എങ്കിൽ ഈ പറയുന്നതും കേൾക്കുന്നതെല്ലാം വെറുതെ ആവും. എനിക്കായാലും നിങ്ങൾക്കായാലും. അതുകൊണ്ട് അള്ളാഹു അതിനൊരു തൗഫീക്ക് തരട്ടെ. പറയുന്നത് പ്രവർത്തിക്കാൻ അത് അള്ളാഹുവിന്റെ എപ്പോഴും നമ്മൾ ചോദിക്കണം. അള്ളാഹുവേ, നിന്റെ പൊരുത്തം അനുസരിച്ച് ജീവിക്കാൻ ഒരു ഭാഗ്യം നീ തരണേ അള്ളാഹ്. അതാണ് നമ്മൾ വേണ്ടത്, ചോദിക്കേണ്ടത്. അതേപോലെ അടുത്തത് 5-ാമത് ഇസ്തഖാമു ഇസ്തഖാമു അലാ താഅതിഹി സിർറൻ കമസ്തഖാമു അലാ താഅതിഹി ജഹ്റൻ. നമ്മൾ പരസ്യമായി ഒരു കർമ്മങ്ങളിൽ സ്ഥിരത കാണിക്കുന്നത് പോലെ രഹസ്യമായി നമ്മുടെ അമലുകളിലും സ്ഥിരത ഉണ്ടാകണം. ഇപ്പൊ ഇശാ നിസ്കരിക്കാൻ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്, ജമാഅത്തായിട്ട് നിസ്കരിക്കാനുണ്ട്, വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുന്നു. രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ രഹസ്യമായിട്ട് എഴുന്നേക്കണം. ഇശായിക്കുണ്ടായിരുന്ന അയാള് ചിലപ്പോ സുബഹിക്കും വരും. സുബഹി നമസ്കാരത്തിൽ ഇസ്തിഖാമത്തുണ്ട്, ഇശാ നമസ്കാരത്തിൽ ഇസ്തിഖാമത്തുണ്ട്. എന്നാൽ അതല്ല നമുക്ക് വേണ്ടത്. ആ പരസ്യമായ കാര്യങ്ങളിൽ നമുക്ക് സ്ഥിരത ഉള്ളതുപോലെ രഹസ്യമായ ഇബാദത്തുകളിലും നമുക്കൊരു സ്ഥിരത ഉണ്ടാകണം. അത് അള്ളാഹു മാത്രമാണ് കാണുന്നവൻ. മറ്റേത് 10 പേരും കൂടെ കൂട്ടത്തിൽ കാണും. അയാൾ എന്താ അയാളുണ്ടായിരുന്ന ആള് അസ്ർ നിസ്കാരത്തിൽ ഉണ്ടായിരുന്നല്ലോ, സുബഹി ജമാഅത്തിൽ ഉണ്ടായിരുന്നല്ലോ, ഇശാക്ക് ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയും. തഹജ്ജുദിന് ഉണ്ടായിരുന്നല്ലോ എന്ന് പറയൂല. തഹജ്ജുദ് നമ്മളും അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ്. തഹജ്ജുദ് അള്ളാഹു നമ്മളോട്ടുള്ള ബന്ധമാണ്. അപ്പൊ പകൽ സമയത്ത് നമ്മൾ എങ്ങനെ ഇബാദത്തുകളിൽ സ്ഥിരത കാണിക്കുന്നുവോ അതേപോലെ രാത്രിയും അള്ളാഹ് എന്റെ നമസ്കാരം കാണാൻ ആരുമില്ല, ക്യാമറയില്ല, പള്ളിയില്ല, നാട്ടുകാരില്ല, ജമാഅത്തില്ല. അള്ളാഹുവേ, എന്റെ മുറിയുടെ ഓരത്തൊരു മുസല്ല വിരിച്ചിട്ടിട്ട് തതജാഫാ ജുനൂബുഹും അനിൽ മലാജി യദഊന റബ്ബഹും ഖൗഫൻ വതമാ. എന്റെ സകലമായ പ്രശ്നങ്ങളും അല്ലാഹുവേ നിന്റെ മുന്നിൽ സമർപ്പിക്കാനുള്ള ഒരു അവസരമാണ് അല്ലാഹ്. എല്ലാവരും ഉറങ്ങുന്ന സമയമാണ് പടച്ച റബ്ബേ. എനിക്ക് ഒരുപാട് രഹസ്യങ്ങളും പരസ്യങ്ങളും നിന്നോട് പങ്കുവെക്കാനുണ്ട് അല്ലാഹ്. അത് പരസ്യമായി ജനമധ്യത്തിൽ പറയാൻ പറ്റൂല. അത് രഹസ്യമായി നീയും ഞാനുമായുള്ള മുനാജാത്തിലൂടെ അത് പറഞ്ഞു തീർക്കാൻ പടച്ചവരെ എന്ന് പറഞ്ഞിട്ട് പാതിരാ സമയത്ത് എഴുന്നേറ്റ് തന്റെ വിരിപ്പുകളിൽ നിന്ന് പാർശ്വങ്ങളെ ഒഴിവാക്കിയിട്ട് അള്ളാന്റെ മുന്നിൽ നിന്ന് ആശയോടും ആശങ്കയോടും ദുആ ചെയ്യുന്നവരുണ്ടല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും കൂടുതൽ അവരെ ദുനിയാവിലും ആഖിറത്തിലും ഇഷ്ടപ്പെടുമത്രേ. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്കാണ് സ്വർഗത്തിന്റെ വാതിൽ റമളാനിൽ തുറന്നിടപ്പെടുമെന്ന് പറയുമ്പോ ആ സ്വർഗത്തിന്റെ വാതിലിലേക്ക് കടക്കാനുള്ള പ്രവേശന അനുമതിയും അല്ലാഹു നൽകുന്നത്. അതിനുള്ള ബോർഡിംഗ് പാസ് ഇല്ലെങ്കിൽ കയറാൻ പറ്റില്ല. സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുമെന്നാ പറഞ്ഞത്, ആര് കയറ്റപ്പെടുമെന്നല്ല കേട്ടോ. നരകത്തിന്റെ വാതിൽ അടയ്ക്കപ്പെടുമെന്നാണ് പറഞ്ഞത്. ആ നരകത്തിന്റെ വാതിൽ കൊട്ടിയടയ്ക്കപ്പെടുന്നത് ആരുടെ മേലാണ്? ആർക്കാണ് സ്വർഗത്തിന്റെ വാതിലിലൂടെ പ്രവേശിക്കാൻ അനുവാദമുള്ളത്? ഈ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവർക്ക് ആ സ്വർഗത്തിന്റെ വാതിൽക്കലിലൂടെ നമുക്ക് കയറാം. അതാണ് പറഞ്ഞതിന്റെ ആശയം. ഇതൊക്കെ അല്ലാഹ് ഓഫർ ഇട്ടതാണ്. ഓഫറാണിത്. ഓഫറാണ് അല്ലാഹ് ഇട്ടത്. സ്വർഗത്തിന്റെ വാതിൽ തുറക്കും റമളാനില്, നരകത്തിന്റെ വാതിൽ അടയ്ക്കും റമളാനില്. ഓഫർ എന്താ? നിങ്ങൾ അമൽ ചെയ്ത് കയറിക്കോളി. സൂപ്പർ മാർക്കറ്റിൽ ഓഫർ ഉണ്ട്, നല്ല ഓഫർ ഉണ്ട്. ഫുലൂസ് ഉണ്ടോ? പോയി വാങ്ങിക്കോളി. ഫുലൂസ് ഇല്ലാതെ എന്ത് ഓഫർ പറഞ്ഞിട്ട് കാര്യമില്ല. 1000 രൂപയുടെ സാധനം 500 രൂപയ്ക്ക് കിട്ടും. പക്ഷെ 500 രൂപ വേണ്ടേ? പൈസ ഇല്ലാതെ എങ്ങനെ പോയി വാങ്ങും? അമലില്ലാതെ എങ്ങനെ സ്വർഗത്തിന്റെ വാതിലൂടെ കയറും? അവിടെയാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം. അള്ളാഹു അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.
അതുകൊണ്ടാണ് വത്ലു അലൈഹിം നബഅ അല്ലദീ ആതൈനാഹു ആയാതിനാ ഫൻസലഖ മിൻഹാ ഫഅത്ബഅഹു ശൈത്വാൻ ഫകാന മിനൽ ഗാവീൻ. പരിശുദ്ധമായ റമളാൻ കഴിഞ്ഞു പോയാൽ പിശാച് നമ്മുടെ പിന്നാലെ ഉണ്ടാകും. നമ്മുടെ അമലുകൾ മുഴുവനും നശിപ്പിക്കാനുള്ള പണി അവൻ എടുപ്പിക്കും കേട്ടോ. അങ്ങനെയാണ് ബനൂ ഇസ്രായേൽ ഒരു പണ്ഡിതനെ പിഴപ്പിച്ച് കളഞ്ഞത് പിശാച്. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പണ്ഡിതനാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഇജാബത്തുള്ള ദുആ കൊടുത്തിട്ടുണ്ട്. എപ്പോ ദുആ ചെയ്താലും ആ ദുആ സ്വീകരിക്കും. 3 ദുആ പ്രത്യേകമായി കൊടുത്തു. 3 ദുആ. ഈ 3 ദുആ ആർക്ക് വേണ്ടി ചെയ്താലും അല്ലാഹു അത് സ്വീകരിക്കും. നന്മയായിട്ട് ചെയ്താലും സ്വീകരിക്കും, തിന്മയായിട്ട് ചെയ്താലും സ്വീകരിക്കും. 3 ദുആ. 3 ദുആ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബാക്കൾക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തകർക്കാൻ വേണ്ടി, മൂസാ നബിയെയും അവിടുത്തെ അനുയായികളെയും തകർക്കാൻ വേണ്ടി ഒരു കൂട്ടം ഇസ്രായേലികൾ, ബനു ഇസ്രായേലികൾ ഇദ്ദേഹത്തെ വന്ന് സമീപിച്ചിട്ട് പറഞ്ഞു, മൂസായും അനുയായികൾ നമ്മുടെ നാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ അവരെ ഭയപ്പെടുകയാണ്. അവരിവിടെ ആധിപത്യം സ്ഥാപിക്കുമോ എന്ന് ഞങ്ങൾക്ക് വല്ലാത്ത ഭയമുണ്ട്. അതുകൊണ്ട് മഹാനവറുകളെ അദ്ദേഹത്തിനും അവിടുത്തെ അനുയായികൾക്കും എതിരെ നിങ്ങൾ ദുആ ചെയ്യണം. അവർ പറഞ്ഞു, ഞാൻ ആലോചിക്കട്ടെ, രാത്രി അള്ളാഹുവായിട്ട് ആലോചിച്ചിട്ട് ഞാൻ പറയാം. ആലോചിച്ചപ്പോ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് മറുപടി, ദുആ ചെയ്യരുത്. പിറ്റേ ദിവസം അവർ വന്നു. എന്തായി തീരുമാനം? ഞാൻ അള്ളാഹുവിനോട് ആലോചിച്ചപ്പോ എന്റെ മനസ്സിൽ വന്ന തീരുമാനം അവർക്കെതിരെ ദുആ ചെയ്യാൻ പാടില്ല എന്നാണ്. ഇവര് പിന്നീട് തീരുമാനം എടുത്തിട്ട് പോയിട്ട് വന്നിട്ട് കുറെ പണം അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുത്തു. സമ്പത്ത് കൊടുത്തിട്ട് നമ്മൾ അദ്ദേഹത്തിനെതിരെ നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഞാൻ ആലോചിക്കട്ടെ, രാത്രി ആലോചിക്കാം എന്ന് പറഞ്ഞു. രാത്രി അദ്ദേഹം ആലോചിച്ചു. അള്ളാന്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടി ഉണ്ടായില്ല. പിറ്റേ ദിവസം അനുയായികൾ വന്നു. എന്തായി തീരുമാനം? ഒരു അനുവാദവും എനിക്ക് മുകളിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഒരു അനുവാദം കിട്ടിയിട്ടില്ല. അപ്പൊ ഇവര് പറഞ്ഞു, മൗനം സമ്മതം. അള്ളാഹ് അങ്ങനെ മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ, ഇതാണ് നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടില്ലെങ്കിൽ ഇത് സമ്മതാണ്. അതുകൊണ്ട് നിങ്ങൾ എതിരെ ദുആ ചെയ്യണം. പൈസ കൊടുത്തു. ആലിമാണ്, പണ്ഡിതനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് അത്ബാഹു ശൈത്താൻ. പടച്ചവൻ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹ് കാത്തിരക്ഷിക്കട്ടെ. ദുനിയാവിനോടങ്ങാണ് ഇത്തിരി മോഹം വന്നു പോയ എല്ലാം നമ്മൾ മാറിപ്പോവും. പടച്ചവൻ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വത്ലു അലൈഹിം നബിയെ ഒന്ന് ഓതി കൊടുക്കണേ ഈ സംഭവം. വത്ലു അലൈഹിം നബഅ അല്ലദീ ആതൈനാഹു ആയാതിനാ ഫൻസലഖ മിൻഹാ. നാം ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കൊടുത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹം അതിൽ നിന്ന് ഊരിപ്പോയി കേട്ടോ. ഫഅത്ബഅഹു ശൈത്താൻ. പിശാച് അദ്ദേഹത്തെ പിന്തുടർന്നു പോയി. ഫകാന മിനൽ ഗാവീൻ. അദ്ദേഹം പിഴച്ചവരുടെ കൂട്ടത്തിൽ പെട്ടുപോയി. നബിയേ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ദുആ ചെയ്തു. ഇവര് വന്ന് പറഞ്ഞു, നിർബന്ധിച്ചു, ദുആ ചെയ്തു. ഇവര് ദുആ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരുടെ അനുയായികൾ നശിച്ചുകൊണ്ടേയിരുന്നു. ആരുടെ? ഈ വന്നവരുടെ അനുയായികൾ നശിച്ചുകൊണ്ടേയിരുന്നു. മൂസാ നബിയുടെയും ആ അനുയായികൾക്കും അല്ല പ്രശ്നം, ദുആ തിരിച്ച് ഇവരിലേക്ക് തന്നെ വന്നുകൊണ്ടേയിരുന്നു. ഇവര് ശപിക്കാൻ തുടങ്ങി, ഇദ്ദേഹത്തെ പഴിക്കാൻ തുടങ്ങി. എന്താ നമുക്കെതിരെ ദുആ എടുക്കാനല്ല പറഞ്ഞത്, ഞങ്ങൾക്കെതിരെ ദുആ ചെയ്യാനല്ല പറഞ്ഞത്, അവർക്കെതിരെ ദുആ ചെയ്യാൻ പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്യാൻ? എന്റെ നാവിലൂടെ അത് തന്നെയാണ് വരുന്നത്. എനിക്ക് അങ്ങോട്ടേക്ക് ദുആ ചെയ്യാൻ എന്റെ നാവ് വഴങ്ങുന്നില്ല. അള്ളാഹ് എടുത്തു കളഞ്ഞു. ആ മാരിഫത്ത് അള്ളാഹ് എടുത്തു കളഞ്ഞു ഇവരിലേക്ക്. അങ്ങനെ ഈ സമുദായം നശിച്ചു. അങ്ങനെ പ്രവാചകനെതിരെ ദുആ ചെയ്തതിന്റെ പേരിൽ അല്ലാഹു തആല ഇയാൾ എന്താക്കി? പട്ടിയാക്കി മാറ്റി. അർശിലേക്ക് നോക്കി. കുട്ടികൾക്ക് 12,000-ഓളം പേനകളും മഷിക്കുപ്പികളും അദ്ദേഹത്തിന്റെ മുന്നിൽ ഉണ്ടായിരുന്നു. അർശിൽ നോക്കി എഴുതി കൊടുക്കുമായിരുന്നു, പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അത്രയ്ക്കും വലിയ കഴിവുള്ള വ്യക്തി. മറ്റൊരു റിവായത്തിൽ വരുന്നുണ്ട്, ഇദ്ദേഹത്തിനൊരു ഭാര്യയുണ്ട് ബനൂ ഇസ്രായേലില്. 3 ദുആ ആണല്ലോ ഇദ്ദേഹത്തിന് അള്ളാഹ് കൊടുത്തിരിക്കുന്നത്. എപ്പോ വേണ്ടെന്ന് ചെയ്താൽ ഇത് സ്വീകരിക്കും. 3 ദുആ കൊടുത്തിട്ടുണ്ട്. അതെപ്പോഴാണ് സ്വീകരിക്കും. ഭാര്യ വന്നിട്ട് പറഞ്ഞു, അല്ല ഇക്ക, നിങ്ങൾക്ക് അല്ലാഹു തആല 3 ദുആ തന്നിട്ടുണ്ടല്ലോ. ബനൂ ഇസ്രായേലിലെ ഏറ്റവും നല്ല സുന്ദരിയായ പെണ്ണായി മാറാൻ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. വലിയ ആഗ്രഹമായിരുന്നല്ലോ.
അപ്പൊ അങ്ങനെ ആഗ്രഹം പോലെ ആയി. അങ്ങോട്ട് ദുആ ചെയ്തു. ബനു ഇസ്രായേൽ ഏറ്റവും നല്ല പെണ്ണാക്കി അള്ളാഹ് അവളെ മാറ്റി. ദുആർക്ക് അങ്ങനെ ഒരു ദുആ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ കിളവിമാർക്ക് വേണ്ടി ദുആ ഇറക്കാറുണ്ട്, പിന്നെ ഈ പ്രശ്നം ഉണ്ടാവൂലായിരുന്നു. അവസാനം സുന്ദരിയായപ്പോ ഇവർക്ക് കുറച്ച് അഹങ്കാരം കൂടി. കുറെ നാളായപ്പോ അദ്ദേഹത്തിന്റെ കൂടെ അങ്ങനെ അങ്ങോട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത വല്ല ഒരു അഹങ്കാരം. അങ്ങനെ അഹങ്കാരമായ സമയത്ത് ഇയാളെ ഒഴിവാക്കിയാലോ എന്ന് അവള് തീരുമാനിച്ചു. അങ്ങനെ ആ പ്രവർത്തനവും ആ ശൈലിയും ഭാവവും മട്ടും ഒക്കെ കണ്ടപ്പോ ഇയാളിൽ നിന്ന് വ്യതിചലിച്ച് മറ്റുള്ളവരിലേക്ക് ആകർഷിക്കുന്നതായി കണ്ടപ്പോ ഇദ്ദേഹം രണ്ടാമത്തെ ദുആ ചെയ്തു, അല്ലാഹുവേ നീ അവളെ പട്ടിയാക്കി മാറ്റണേ റബ്ബേ. പെട്ടെന്ന് അവള് പട്ടിയായി. 3 ദുആ പട്ടിയായി, പട്ടിയുടെ കോലത്തിലായി. അവസാനം മക്കൾ വന്നിട്ട് വാപ്പയോട് പരാതി പറഞ്ഞു, നമ്മൾ നല്ല കുടുംബത്തിൽ ജീവിച്ചവരാണ്, നമ്മൾ നല്ല കുടുംബക്കാരായിരുന്നു, പട്ടിയുടെ മക്കളെന്ന് ഞങ്ങളെ നാട്ടുകാർ വിളിക്കുന്നു, നായിന്റെ മക്കളെ എന്നൊക്കെ നമ്മളെ നാട്ടുകാർ വിളിക്കുന്നു, നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വാപ്പ ദുആ ചെയ്ത് തിരിച്ചു മാറ്റി. അങ്ങനെ വാപ്പ ദുആ ചെയ്ത് വീണ്ടും പഴയ കോലത്തിലാക്കണേ അല്ലാഹുവേ, ആദ്യത്തെ കോലത്തില് അവളെ. 3 ദുആയും അല്ലാഹു അവിടെ സ്വീകരിച്ചു. ഇദ്ദേഹത്തെ അല്ലാഹു തആല പട്ടിയുടെ കോലത്തിലാക്കി. ആണ് ഖുർആൻ പറഞ്ഞ വാക്ക്. ഫമസലുഹു കമസലിൽ കൽബ്. അദ്ദേഹത്തിന്റെ ഉദാഹരണം നായിയുടെ ഉദാഹരണം പോലെയാണ്. ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് ഔ തത്റുഖുഹു യൽഹസ്. നായെ പരിപാലിച്ച് വെള്ളം കൊടുത്താലും ഭക്ഷണം കൊടുത്താലും നാവിട്ട് ഇങ്ങനെ എന്താ ഇളക്കിയില്ലേ കൊണ്ട് ഞാൻ നാവ് തൂക്കിയിട്ടുകൊണ്ടിരിക്കും. ഇനി അതിനെ ദ്രോഹിച്ചാലും ആ പട്ടി അങ്ങനെ തന്നെയാണ്. അതേപോലെ ഈ പണ്ഡിതനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കോലം മറിച്ച് മാറ്റിക്കളഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആനിൽ. ഫമസലുഹു കമസലിൽ കൽബ് ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് ഔ തത്റുഖുഹു യൽഹസ് ദാലിക മസലുൽ ഖൗമിൽ ലദീന കസ്സബൂ ബിആയാതിനാ ഫഖസുസിൽ ഖസസ ലഅല്ലഹും യതഫക്കറൂൻ. എന്നിട്ട് അല്ലാഹു നബി തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്, പരിശുദ്ധമായ ആയത്തുകൾ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് അതിനെ കളവാക്കുന്നവൻ ആരാണോ അവരുടെ ഉപമ ഇദ്ദേഹത്തിന്റെ ഉപമ പോലെയാണ് കേട്ടോ. അതുകൊണ്ട് നബിയേ, ബുദ്ധിയുള്ളവർക്ക്, ബുദ്ധിജീവികൾക്ക് ഇതൊന്ന് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കണേ. അതുകൊണ്ട് നമുക്ക് റമളാൻ മാസത്തിൽ കിട്ടിയ ഈ സന്തോഷവും ഈ ആർജവും ഈ ആർദ്രതയും ഈ ആത്മീയതയും പിശാചിന്റെ പിന്നാലെ പോയി നമ്മൾ കളഞ്ഞു കുളിക്കരുത് എന്ന് എന്നോടും ഈ ഇരിക്കുന്ന നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ, ഖബൂലാക്കുമാറാകട്ടെ. വആഖിറു ദുആഇന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹ് SMA ടൈപ്പ് എന്ന അത്യപൂർവമായ മാരക രോഗം പിടിപെട്ട് ഖത്തറിൽ ചികിത്സയിൽ കഴിയുന്ന പാലക്കാട് സ്വദേശി 4 മാസം പ്രായമുള്ള മൽക്കാഹൂറി എന്ന കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് ഏകദേശം 11 മില്യൺ ഖത്തർ റിയാൽ 26 കോടി രൂപ ചെലവ് വരും. എല്ലാവരുടെയും സഹായത്തോടൊപ്പം ആ കുഞ്ഞിന് വേണ്ടി ദുആ ചെയ്യാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഏതെല്ലാം രോഗങ്ങളാണ്? 4 മാസം നമ്മളെല്ലാം ചിന്തിച്ചിട്ടുണ്ടോ? കോടിക്ക് വല്ല വിലയുണ്ട്. ചിലപ്പോൾ ഒരു ഇഞ്ചക്ഷൻ ആയിരിക്കും. എത്രയോ വലിയ വലിയ അസുഖങ്ങളാണ് സുഹൃത്തുക്കളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗത്തിൽ നമ്മളെ എല്ലാം കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അർഹമുർ-റഹീമായ തമ്പുരാനെ, കരുണക്കടലായ അല്ലാഹ്, കുഞ്ഞിന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ആരോഗ്യം നസീബാക്കണേ പടച്ചവനെ. അല്ലാഹു എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. കുഞ്ഞുങ്ങളോട് കരുണയുള്ളവൻ നീയാണല്ലോ പടച്ചവനെ. അല്ലാഹുവേ, കരുണക്കടലായ അല്ലാഹുവേ, ആ കുട്ടിയുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുത്ത് അർഹമായ ചികിത്സയും ആഫിയത്തുള്ള ദീർഘായുസ്സും കൊടുത്ത് നീ അനുഗ്രഹിക്കുന്നതിനോടൊപ്പം അതുപോലുള്ള രോഗങ്ങൾ ഞങ്ങൾക്കോ ഞങ്ങളുടെ സന്താനങ്ങൾക്കോ നീ നൽകാതെ പടച്ചവനെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അതേപോലെ നമ്മളിവിടെ നിന്നൊക്കെ ഒരുപാട് സഹായം ചെയ്ത് നമ്മുടെ ഒരു സഹോദരൻ, നമ്മുടെ മോൻ അബ്ദുള്ള എന്ന് പറഞ്ഞ കുട്ടി വെല്ലൂർ ആശുപത്രിയിലാണ്. അന്ന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ നല്ല ഒരു ഭീമമായ തുക ചെലവ് വന്നു. നമ്മളെല്ലാവരും സഹായിക്കുകയൊക്കെ ചെയ്തു. കുഴപ്പമില്ലായിരുന്നു. ഇവിടുന്ന് ആളുകളൊക്കെ പോയി കണ്ടു, ഓടിച്ചാടിയൊക്കെ നടന്നാണ്. പിന്നെ പെട്ടെന്ന് ഒരു പനി വന്ന ഒരു ഇൻഫെക്ഷനായി ഇപ്പോൾ വെന്റിലേറ്ററിലാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടിക്ക് ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ, ആരോഗ്യ സലാമത്ത് നൽകണേ പടച്ചവനെ. അള്ളാഹുവെ, ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷയാണ് ഞങ്ങളുടെ കൺമുന്നിൽ വന്ന് കളിക്കുന്നതും ചിരിക്കുന്നതും കാണാൻ. അള്ളാഹുവെ, നല്ലൊരു ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവെ നീ ആ രോഗം ശിഫയാക്കണേ പടച്ചവനെ. ആശുപത്രികളിലും വെന്റിലേറ്ററിലും കിടക്കുന്നവരെ അള്ളാഹുവെ നീ മോചിപ്പിക്കണേ റഹ്മാനെ. കല്ലാട്ടുമുക്ക് സ്വദേശി ഖത്തറിൽ വെച്ച് മരണപ്പെട്ട ഷംസുദ്ദീൻ സാഹിബിന്റെ മകൻ മുഹമ്മദ് ഷിയാസിന് വേണ്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു രണ്ടുപേരുടെ മരണം. ഒന്ന് നമ്മുടെ ശീതൽ മാഹീൻ സാഹിബിന്റെയും എസ് ഹാജ സാഹിബിന്റെയും സഹോദരൻ കബീർ സാഹിബ്. അദ്ദേഹമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ മേൽ പറയപ്പെട്ട മയ്യത്തിന്റെ കൂട്ടത്തിൽ നിന്ന് സഹകരിച്ച് എല്ലാത്തിനും ഉണ്ടായിരുന്നു. എല്ലാ വെള്ളിയാളും നെയ്യാറ്റിൻകരയാണ് താമസമെങ്കിലും ഇവിടെയാണ് എല്ലാ ജുമാക്കും വരുന്നത്. 27 രാവിനും പെരുന്നാളിനും ഒക്കെ ഉണ്ടായിരുന്നു. 49 വയസ്സ്. മറ്റേ മുഹമ്മദ് ഷിയാസിന് 39 വയസ്സ്. 4 പൊടി കുഞ്ഞുങ്ങളാണ്. അള്ളാഹുവെ പടച്ചവനെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അള്ളാഹു 2 സഹോദരങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്. ഖബർ വിശാലത കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. അള്ളാഹുവെ, അവരുടെ വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബങ്ങളെ നീ ആശ്വസിപ്പിക്കണേ പടച്ചവനെ. നീ ആശ്വസിപ്പിക്കണേ പടച്ചവനെ. അള്ളാഹുവെ, ആ സഹോദരങ്ങളുടെ ദൗത്യം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവെ, ആ വിധവകളായ സഹോദരിമാരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ആ മക്കളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അള്ളാഹുവെ, അവർ പിഴച്ചു പോകാതെ വഴിതെറ്റിപ്പോകാതെ മാതാപിതാക്കളുടെ തൃപ്തിയോടുകൂടി നിന്റെ തൃപ്തിയോടുകൂടി ജീവിച്ച് അള്ളാഹുവെ നാളെ സ്വർഗലോകത്ത് സ്വാലിഹീങ്ങളോടൊപ്പം പരിലസിക്കാനുള്ള ഭാഗ്യം നൽകി നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. പിന്നെ അതേപോലെ നമ്മൾ അടുത്ത വെള്ളിയാഴ്ചയാണല്ലോ ഇലക്ഷൻ. അപ്പൊ നമുക്ക് ജുമാ നേരത്തെ നമ്മൾ നമസ്കാരം നടത്തും. ഇതേപോലെ നീട്ടിപ്പിടിച്ച് നിസ്കരിക്കൂല. ഒരു 1:15 തീരുന്ന രീതിയിലായിരിക്കും ജുമാ. സമയം എഴുതിയിട്ടില്ല എങ്കിലും ഞാൻ പറഞ്ഞാണ്. അപ്പൊ ഒരു 1:15 നമുക്ക് കൂടുതൽ പ്രസംഗമൊന്നും വേണ്ട, പെട്ടെന്ന് പോയി വോട്ട് ചെയ്യാം. മതേതര രാജ്യത്തിന് വേണ്ടി പണിയെടുത്ത് നമുക്ക് ഇന്ത്യയിൽ എല്ലാവരും സൗഹാർദ്ദവും സന്തോഷവും നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു മതേതര സർക്കാർ നമുക്ക് ഉണ്ടാകണം എന്നുള്ള നല്ല നീയത്തോടു കൂടി പ്രാർത്ഥിക്കുകയും വേണം, ദുആയും വേണം, പ്രവർത്തിക്കുകയും വേണം. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച 1:15 ജുമാ ആയതുകൊണ്ട് നമുക്ക് വോട്ടൊന്നും മുടങ്ങൂല. അല്ലെങ്കിൽ ജുമാ അല്ലെങ്കിൽ തന്നെ ഉച്ചക്കാരായി കൊടുമ്പയിൽ തോട്ട് ചെയ്യാൻ പോകുന്നത്. ഒന്നീ രാവിലെ പോകും, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് പോകും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉച്ച സമയമാണ് ജുമാ. അപ്പൊ അതുകൊണ്ട് ഒരു 1:15 ജുമാ തീരുന്ന അവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് ബാങ്ക് വിളിച്ച് പെട്ടെന്ന് തന്നെ വരിക. ഒരു 1:15 ഫുള്ള് ജുമാ തീരും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. പിന്നെ എൻ്റെ വ്യക്തിപരമായ 1-2 കാര്യങ്ങൾ പറയാനാണ് എടുത്തത്. ലൈവ് അങ്ങ് ഓഫാക്കിയാൽ ഇനി ലൈവിനകത്ത് പറഞ്ഞ് അടുത്തിട്ട് വിത്തന അവസാദാക്കണം. അപ്പോൾ ജമാഅത്തിൽ ഇപ്പൊ ഞാൻ ഖത്തീബായിട്ട് വന്നിട്ട് ഇപ്പൊ 7 റമളാനായി. ഞാൻ ശ്രദ്ധിക്കാറില്ല. ഇപ്പൊ ഇവിടെ ഉള്ളവരാണ് പറഞ്ഞത് 7 റമളാനായി. 6 വർഷമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ജോലി ചെയ്ത പള്ളി മണക്കാട് പള്ളിയാണ്. ഏറ്റവും കൂടുതൽ ഒരു പള്ളിയിൽ പോയ 2 വർഷം, 1 വർഷം 6 മാസം, അല്ലെങ്കിൽ 2, 3, 3.5 വർഷം, അതിനപ്പുറം 3 വർഷം. അപ്പൊ ഇവിടെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ജോലി ചെയ്തിട്ടുള്ളത്. അത് പിന്നെ ഈ ജുമാ മാത്രമായതുകൊണ്ടാണ് വിത്തനയും ഫസാദും ഇല്ലാതെ പോകുന്നത്. 2 വഖത്ത് നിന്ന വിത്തനായി, അപ്പോഴേ പിന്നെ പെട്ടെന്ന് തീരും. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഏറ്റവും കൂടുതൽ ജോലി ചെയ്ത ഒരു ഖ്യാതി എനിക്കുണ്ട്. നിങ്ങൾ അവാർഡും എനിക്ക് തരണം. പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമ്മുടെ ഈ ജമാഅത്തിൽ കുറച്ച് നാളായിട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. സംഭവം വലിയ പ്രശ്നങ്ങളൊന്നും അല്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. അപ്പൊ ഇതിന് ഒരു പരിഹാരം എന്ന നിലയിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം നിങ്ങളുടെ ജമാഅത്ത് എന്ന നിലയിൽ എല്ലാവരുടെ മുന്നിൽ വെക്കുന്നു. എല്ലാ മഹല്ലുകളിലും സ്വാഭാവികമായിട്ട് കണക്കുകൾ അവതരിപ്പിക്കാറുണ്ട്. ഏത് മഹല്ലാലും ഞാൻ 30 വർഷം 26 വർഷമായി പള്ളികളിൽ ജോലി ചെയ്യുന്ന 1995 മുതൽ പള്ളിയിൽ ഖത്തീബായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പൊ പൊതുയോഗങ്ങളും കമ്മിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ കണക്കുകളൊക്കെ അവതരിപ്പിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ ഉണ്ടാവും, അതിന് പരിഹാരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവിടെ കണക്കുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ നമ്മളിങ്ങനെ എഴുതി ഇങ്ങനെ കെട്ടിത്തൂക്കിടുന്ന സിസ്റ്റം ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കണക്കുകളിനെ കുറിച്ച് ചില സംശയങ്ങളും പരാതികളും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾക്കിടയിൽ ഉണ്ടായപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് കാര്യങ്ങൾ അറിയണം എന്നൊരു വ്യക്തത വേണം എന്ന് പറഞ്ഞുകൊണ്ട് ചില സഹോദരങ്ങൾ കമ്മിറ്റിയെ സമീപിക്കുകയുണ്ടായി. അപ്പൊ ഞാനത് ജമാഅത്ത് കമ്മിറ്റിയോട് പറഞ്ഞു, നിങ്ങൾ കണക്കുകൾ അവതരിപ്പിക്കണം. അത് മഹല്ല് നിവാസികളുടെ ആവശ്യമാണല്ലോ. നമുക്കിപ്പോ നമ്മുടെ വരവും ചെലവും എല്ലാം ഇപ്പൊ ഞാൻ പറയുന്ന പോലെ അല്ലല്ലോ. എല്ലാത്തിനും വൗച്ചറുണ്ട്, എല്ലാത്തിനും റെസിപ്റ്റ് ഉണ്ട്, എല്ലാത്തിനും വരവും തെളിവും എല്ലാം കണക്കുകളുണ്ട്. പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് എത്രയും വേഗം അടുത്ത വെള്ളിയാഴ്ച തന്നെ
ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ നിങ്ങൾ ഈ കമ്മിറ്റി ഇപ്പൊ 2012 തോന്നുന്നു കയറിയത്. ഈ 2012 മുതൽ 2023 വരെയോ 22 വരെയോ എന്തോ വഖഫ് ബോർഡിൽ കൊടുത്തിട്ടുള്ള കണക്ക് പൂർണ്ണമായി നമ്മുടെ CA എല്ലാം എഴുതി എഡിറ്റ് ചെയ്ത് ചെയ്ത മുഴുവൻ കണക്കുകളും അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ജുമുഅ നമസ്കാരം കഴിഞ്ഞ് അത് ഇവിടെ അവതരിപ്പിക്കും. വെളിയിൽ അത് ഫ്ലെക്സിൽ ഇവിടെ വെക്കും. നിങ്ങളെല്ലാവരും അത് പോയി നോക്കണം. നോക്കിയിട്ട് അതിനകത്തുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉള്ളത് ജമാഅത്ത് ഓഫീസുമായിട്ട് ബന്ധപ്പെടണം. അവിടുന്ന് അടിയും വഴക്കും കലശലൊന്നും ഉണ്ടാക്കല്ലേ ദയവ് ചെയ്ത്. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു വാക്കാണ്. ഇനി അടിയും വഴക്കം ഉണ്ടേ അല്ലാഹുമ്മ സല്ലി ഞാൻ ഇവിടുന്ന് മുങ്ങും. എനിക്ക് ഇതിന് സാക്ഷ്യം വഹിക്കാനൊന്നും എന്നെ കൊണ്ടുപോയാ ഉള്ള കാര്യം ഞാൻ പറയാം പൊതുജനങ്ങളോട്. ഒരു ഇമാമ് എന്ന നിലയിൽ ഞാൻ പറയുന്ന ഒരു മസ്ലഹത്ത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കും. അപ്പൊ അതുകൊണ്ട് അത് ഇവിടെ അവതരിപ്പിക്കും. ഞാൻ പ്രസിഡന്റ് നിർബന്ധമായിട്ട് പറഞ്ഞു, അവരെല്ലാം A to Z എഴുതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ജുമുഅ കഴിഞ്ഞ ഉടനെ നിങ്ങൾ അവതരിപ്പിക്കുക. ഇനി അതിനകത്തുള്ള സംശയങ്ങൾ അവരുമായി ബന്ധപ്പെടുക. ഒന്ന്. രണ്ടാമത്, നമ്മുടെ കാലങ്ങളായി നമ്മുടെ ജമാഅത്തിൽ എന്താ പറഞ്ഞ പ്രസിഡൻഷ്യൽ ഭരണം, അങ്ങനെ ഒരു ഇലക്ഷൻ ആണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് വാർഡ് തലത്തിലാക്കണമെന്നുള്ളതാണ് ഒരു വിഭാഗത്തിന്റെ താല്പര്യം. മാന്യമായ ആഗ്രഹങ്ങളാണ്, താല്പര്യമാണ്. ഇപ്പൊ നമുക്കിപ്പോ ജമാഅത്തിലെ നാട്ടുകാരെ പറയുമ്പോൾ സ്വീകരിക്കാതിരിക്കാൻ പറ്റൂല. അപ്പൊ ഈ ബയലോ ഉണ്ട്. അപ്പൊ ഈ ബയലോയിൽ ഇങ്ങനെയാണ് ഒരു തീരുമാനം ഉള്ളത്. അപ്പൊ അതുകൊണ്ട് പ്രസിഡൻഷ്യൽ ഭരണം എന്നാണ് ബയലോയിലുള്ളത്. അതുകൊണ്ട് നമ്മുടെ പൊതുജനങ്ങളെ നമ്മുടെ ജമാഅത്ത് കമ്മിറ്റി അറിയിച്ചിട്ട് ഇത് നമുക്ക് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വേണോ അതല്ല വാർഡ് തലത്തിൽ ഇലക്ഷൻ വേണോ എന്ന് ആദ്യം ഒരു ഇലക്ഷൻ അവരെ കൊണ്ട് വെപ്പിക്കണം. പൊതുജനങ്ങളുടെ അഭിപ്രായം പൊതുയോഗം വിളിച്ചു കൂട്ടിയിട്ട് അപ്പൊ ജനങ്ങൾ തീരുമാനം എടുത്തിട്ട് ഭൂരിപക്ഷം ഏതാണോ അതിന് സപ്പോർട്ട് ചെയ്ത് ഇനിയുള്ള ഇലക്ഷൻ മുന്നോട്ട് പോവുക. അത് ഒരഭിപ്രായം. അത് ഏതാണോ ജനങ്ങൾ തീരുമാനിക്കാം. പൊതുജനങ്ങളാണല്ലോ തീരുമാനിക്കണം. കാരണം ബയലോ തിരുത്താതെ നമുക്ക് വാർഡ് തലത്തിൽ ഇലക്ഷൻ നടത്താൻ പറ്റൂല, നിയമവിരുദ്ധമാണ്. അപ്പൊ അതുകൊണ്ട് ബയലോ തിരുത്തണം എങ്കിൽ പൊതുജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതിനൊരു തഹസീൽദാറിനെയോ ഒരു കളക്ടറെയോ ഒക്കെ വെച്ചിട്ട് ജനങ്ങളോട് എല്ലാവരും ഇറങ്ങി പറഞ്ഞ് വോട്ട് ചെയ്യാൻ പറയണം. വോട്ട് ചെയ്തിട്ട് മെജോറിറ്റി ഏതിനാണോ അതിനെ സഹകരിച്ച് ബയലോ മാറ്റി മുന്നോട്ട് പോവാ. മൂന്നാമത്, വഖഫ് ബോർഡിൽ നമ്മളിപ്പോ ഇതിനൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, നിയമം കിടക്കുകയാണ്. അപ്പൊ 8-ാം തീയതിയാണ് അത് വിളിച്ചിരിക്കുന്നത് ലാസ്റ്റ്. അപ്പൊ വഖഫ് ബോർഡിലത്തെ തീരുമാനം എന്താണോ അവരവിടെ അവതരിപ്പിക്കുന്നത് ആ തീരുമാനം അനുസരിച്ച് ഇരുകൂട്ടരും പൊരുത്തപ്പെട്ടു പോവുക. പിന്നെ അവിടെ കൊണ്ട് അപ്പീലിന് പോകാനും മേൽക്കോടതിയിൽ പോകാനും അതിനൊന്നും നിൽക്കരുത്. ദയവ് ചെയ്ത് ഇനി നമ്മുടെ ഈ ജമാഅത്തിന്റെ പൈസകളും പൊതുമുതലും എടുത്ത് വെറുതെ ഈ കേസും വഴക്കിനും ഒന്നും പോകാതെ നമ്മുടെ ജമാഅത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ ആ പൈസകൾ ഉപയോഗിക്കുക. അപ്പൊ അതുകൊണ്ട് വഖഫ് ബോർഡിൽ 8-ാം തീയതിയാണ്. ആ തീരുമാനം എന്താണോ എന്നറിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ഒരു ചർച്ചകളിലേക്ക് പോകാം. അത് ആ തീരുമാനത്തിൽ എന്റെ ജമാഅത്ത് കമ്മിറ്റിയോട് ഞാൻ പറയുന്നു, ആ ജമാഅത്ത് അന്ന് തീരുമാനം എടുക്കുന്നതിൽ നിങ്ങൾ അപ്പീലിന് പിന്നെ പോകരുത്. എന്താണോ ഒരു തീരുമാനം ആ തീരുമാനം അംഗീകരിക്കുക. വഖഫ് ബോർഡിന്റെ തീരുമാനം അംഗീകരിക്കുക. പിന്നെ നമ്മൾ അപ്പീലിന് മതിക്കണ്ട. രണ്ടു കൂട്ടരും അതിനു വേണ്ടി ശ്രമിക്കണം. ഈ 3 ഓപ്ഷനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. ഇത് വലിയ കുഴപ്പമില്ലാത്ത സംഭവമല്ലേ? മാന്യമായ കാര്യമല്ലേ? എന്തെങ്കിലും വല്ല അല്ലാതെ ഇതിനകത്ത് വേറെ എന്തെങ്കിലും പറയാൻ. അപ്പൊ 2 കൂട്ടർക്കും ആയല്ലോ. 2 കൂട്ടരുടെ ആഗ്രഹങ്ങൾ അതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. പിന്നെ വോട്ട് ചെയ്ത് ജയിക്കുന്നവർ ജയിച്ചോളി. ഈ ഞങ്ങൾക്ക് ഉസ്താദന്മാരുമായിട്ട് ഇതൊന്നും ബന്ധമൊന്നുമില്ല. നിങ്ങൾ എന്തുണ്ടാക്കിയാലും നമ്മളൊരു ആലിം ഖത്തീബ് എന്ന നിലയിൽ നമ്മൾ സമാധാനത്തിന് വേണ്ടി പറയുക. നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ശമ്പളം കൂട്ടുവന്നേ ഉള്ളൂ. അല്ല, നമുക്ക് വേറെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല. നിങ്ങൾ പിന്നെ മാന്യം ആര് വന്നാലും നമുക്ക് ഫുലൂസാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? റാഹത്തായ രീതിയിൽ എല്ലാ സ്വന്തക്കാരും കുടുംബക്കാരും നാട്ടുകാരും ഒക്കെയാണ്. നമ്മൾ നല്ല രീതിയിൽ പോയി മസ്ലഹ ഏത് കാര്യവും നമുക്ക് എന്നെ കൂടെ വിളിക്ക്. നിങ്ങൾ എന്നെ വിളിക്കാതെ നിങ്ങൾ തമ്മിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ട് ഈ പോലീസിനെയും പട്ടാളത്തിനെയൊക്കെ കൂട്ടിയിട്ടിട്ടുള്ള കാര്യമുണ്ട്. എന്നെ പിടിച്ച് നടുക്കെടുത്ത് 2 ഇടി എനിക്ക് കൊടുത്താ അതിന്റെ പേര് എനിക്ക് കൂലി കിട്ടും. ആഖിറത്തിൽ എനിക്ക് കൂലി കിട്ടുന്ന കാര്യമാണ്. അതിലൊന്നും പ്രശ്നമില്ല. ഞാൻ നിങ്ങൾക്കെതിരെ ഒരു വാക്ക് സംസാരിക്കില്ല. സന്തോഷമാണ്. കാരണം ഒരുപാട് പള്ളി കമ്മിറ്റിയിൽ പ്രശ്നത്തിന്റെ പരിഹരിച്ച ആൾക്കാരാണല്ലോ ഞങ്ങൾ. നബിതങ്ങളുടെ പാരമ്പര്യമാണ്. നബിതങ്ങൾക്ക് അടിയും കിട്ടിയിട്ടുണ്ട്, നമുക്കും കിട്ടും. അതൊക്കെ അൽഹംദുലില്ലാഹ് എന്ന് പറയും. അതിന്റെ പേര് പാവം പൊറുക്കും എന്നും പറഞ്ഞ് ഇടിച്ചേക്കല്ല അള്ളാഹുവെ. നിങ്ങൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞിട്ട് മസ്ലഹത്തിന്റെ ബാബ് നിങ്ങൾ തുറക്കണം. നാണക്കേട്. നമ്മുടെ ഒരു വലിയൊരു പള്ളിയാണ്. നിങ്ങളുടെയൊക്കെ ജമാഅത്ത് എന്നെയാണ് ഈ ആൾക്കാർ വിളിച്ചത്. ഈ ലോകം മൊത്തം എന്നെ വിളിയോട്. ഈ സത്യം പറഞ്ഞാൽ ഞാനൊരു കാട്ടിലാണ് 2 ദിവസം, റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത്. വിളിയോടെ വിളി. ഉസ്താദെ മണക്കാട് വിളി, മണക്കാട് എവിടുന്നൊക്കെയാ വിളി. ഞാൻ എന്താ മറുപടി പറയാം? ഹക്ക് പറഞ്ഞ ഇന്ന് അസ്സലാമു അലൈക്കും പറഞ്ഞ് ഞാൻ പോകാൻ വന്നാണ്. എൻ്റെ ഒരു നിയത്തതാ.
ഇന്ന് ഞാൻ ഇവിടുന്ന് പോകാൻ വേണ്ടി, കാരണം പിന്നെ അന്നേരം വലിച്ചെറിഞ്ഞിട്ട് പോയ യൂനുസ് നബിക്ക് അള്ളാഹ് കൊടുത്ത ശിക്ഷ പോലെ എനിക്ക് തന്നാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ ഇതിനൊരു പരിഹാരം കണ്ടിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഈ 3 ഓപ്ഷൻ ബഹുമാനപ്പെട്ട ജമാഅത്ത് കമ്മിറ്റിയോടും പൊതുജനങ്ങളായ നിങ്ങളോടും ഞാൻ ഇത് അവതരിപ്പിക്കുകയാണ്. ഇതിനകത്ത് കമ്മിറ്റിക്കൊന്നും ഞാൻ അവരോട് ഈ വിഷയം ഞാൻ അവരോട് ചർച്ച ചെയ്തത് ഈ കണക്ക് കാണിക്കണം എന്നാണ് ഞാൻ ചർച്ച ചെയ്തത്. വേറെ ഒന്നും ഞാൻ ചർച്ച ചെയ്തിട്ടില്ല. ഇതിൽ 3ഉം എൻ്റെ ഒരു വാക്കാണ്. നിങ്ങളിത് സ്വീകരിച്ചിട്ട് ഇൻഷാ അള്ളാഹ് ഈ നിയമത്തിനെ അംഗീകരിച്ചുകൊണ്ട് പൊതുജനങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് പ്രശ്നങ്ങളില്ലാതെ ഇത് മുന്നോട്ട് പോകണം ഇൻഷാ അള്ളാഹ്. ഇൻഷാ അള്ളാഹ് പറയും. അൽഹംദുലില്ലാഹ്, അത് മതി. ഇനിയിപ്പോ നമ്മുടെ കണക്ക് അവതരിപ്പിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓഫീസോട് ബന്ധപ്പെടി, എന്തായാലും തിരിക്കും രഹസ്യമായിട്ട് എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കാതെ ചർച്ച ചെയ്ത് പരിഹരിക്കും ഇൻഷാ അള്ളാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ അടുത്ത വെള്ളിയാഴ്ച നമുക്ക് 1:15 തീർക്കണം. നേരത്തെ എല്ലാവരും വരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആ നമുക്ക് എല്ലാം കഴിഞ്ഞ് സമാധാനമായിട്ട് ചെയ്യാം ഇൻഷാ അള്ളാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങളെല്ലാം റാഹത്തിലും ബർക്കത്തിലും ആക്കി തരട്ടെ. മരണപ്പെട്ടവരുടെ ഖബറുകളെ അള്ളാഹ് സന്തോഷിപ്പിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മെ എല്ലാം രക്ഷിക്കുമാറാകട്ടെ. പ്രവാസികളായ സഹോദരങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം അള്ളാഹു സഫലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജമാഅത്തിന് ഖൈറും ബർക്കത്തും, ഉത്തമരായവർ, അള്ളാഹു ഇഷ്ടപ്പെട്ട ഉത്തമരായവരെ ഈ മുബാറക്കായ മസ്ജിദിന്റെ ഉത്തരവാദിത്തത്തിൽ അള്ളാഹു ഏൽപ്പിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.